ഹലോ, ഞങ്ങൾ ഇന്നൊരു പട്ടിക്കുട്ടീനെ വാങ്ങാൻ പോവാണ്. റാസൽ കൈമയിലെ ഒരു വീട്ടിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾ പട്ടിക്കുട്ടീനെ വാങ്ങാൻ പോകുന്നത്. ഇത് അവിടുത്തെ ഒരു ഫാമാണ്. ഇവിടെയാണ് പട്ടികളെ വളർത്തുന്നത്. പക്ഷേ ഇത് പലയിനം പട്ടിക്കുട്ടികളുണ്ട് ഇവിടെ. ഗോൾഡൻ റിട്രീവർ, അതുപോലെ തന്നെ ഹസ്കി, ഇതിൻ്റെ എല്ലാം ക്രോസ് ബ്രീഡ് ആയിട്ടുള്ള പട്ടികൾ ഇങ്ങനെയെല്ലാം ഉണ്ട്. ഞങ്ങളെ ആദ്യമായിട്ടാണ് ഈ വീട്ടുകൾ കണ്ടിരുന്നെങ്കിലും എല്ലാം ഞങ്ങളുടെ ദേഹത്ത് ചാടി കയറുന്നുണ്ടായിരുന്നു. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡോഗായിരുന്നു. ഞങ്ങൾ കണ്ടതിൽ വെച്ചിട്ട് കൂട്ടത്തിൽ ഏറ്റവും ചെറുത് ഈ ഹസ്കി ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഈ ഹസ്കിനെ അങ്ങ് എടുത്തു. बहुत फ्रेंडली है भाई. ये इतना भी फ्रेंडली नहीं है सर. ये लोग കൂട്ടത്തിൽ ഏറ്റവും കുഞ്ഞനായ ഈ ഹസ്കിക്ക് 2 months ആണെന്നാണ് പറഞ്ഞത്. ഞങ്ങളങ്ങനെ ബാക്കിയുള്ള ഹസ്കികളെല്ലാം മാറ്റി നിർത്തി ഇവനെ മാത്രം ഒബ്സർവ് ചെയ്തു. കണ്ടപ്പോൾ കുഴപ്പമൊന്നും തോന്നിയില്ല. അങ്ങനെ ഫൈനലൈസ് ചെയ്തു. അവിടെയുള്ള പട്ടിക്കുട്ടികളൊക്കെ എനിക്ക് തോന്നുന്നു അങ്ങനെ കുളിപ്പിക്കാറൊന്നും ഇല്ലായിരുന്നു തോന്നുന്നു. അത്യാവശ്യം സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവൻ്റെ ദേഹത്ത് ഇച്ചിരി സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വീട്ടിൽ ചെന്ന പാടെ ഇവനെ കുളിപ്പിച്ചേക്കാൻ ഞങ്ങൾ വിചാരിച്ചു. ഹസ്കീനെ വാങ്ങിച്ചു കഴിയുമ്പം കാറിൻ്റെ സീറ്റൊന്നും റൂയിൻ ചെയ്യാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ചെറിയ കാർഡ്ബോർഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബോക്സിലാണ് ഞങ്ങൾ ഇവനെ ഇട്ടേക്കുന്നത്. अभी इसको वॉश भी करना पड़ेगा. वो वेट में लेके जाएंगे. UAE-യിലെ ഡോഗ്സിനെ വളർത്തുമ്പോൾ വാക്സിനേഷൻ മസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവനെ ആദ്യം തന്നെ വെറ്റിനറി ക്ലിനിക്കിലേക്ക് കൊണ്ടുപോയേക്കാന്ന് വിചാരിച്ചു. ഞങ്ങൾ അങ്ങനെ ക്ലിനിക്കിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യം രജിസ്ട്രേഷൻ ചെയ്യുകയാണ്. ഇവൻ്റെ പേരൊക്കെ ഞങ്ങൾ രജിസ്റ്റർ ചെയ്തു. പേര് റാഫേൽ എന്നാണ് ഇട്ടേക്കുന്നത്. ആള് വിചാരിച്ച പോലെ വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. വളരെ സൈലൻ്റ് ആയിട്ട് ബോക്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇപ്പോൾ ഉണ്ടായിരുന്നു. ഇവന് കഴിക്കാനുള്ള ഫുഡാണ് ഞങ്ങൾ നോക്കുന്നത്. അപ്പോൾ നിഖിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആൾ അത്യാവശ്യം നല്ല പേടിച്ചരണ്ടാണ് ഇരിക്കുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ ഇഞ്ചക്ഷൻ വെക്കാൻ പോവാണ്. ഇത് അവിടുത്തെ ഡോക്ടറാണ്. 3 വാക്സിനേഷനാണ് ഉള്ളത്. കുത്താൻ പോവാണ്ട് പുറത്തിറങ്ങി നിൽക്കുന്നുണ്ട്. പട്ടീനെ കുത്തുന്നു. നിഖിലിനല്ലേ കുത്തുന്നത്. നമ്മുടെ റാഫേൽ നല്ല കൂളായിട്ടൊക്കെ എല്ലാം നോക്കി ഒബ്സർവ് ഒക്കെ ചെയ്തിരിപ്പുണ്ട്. അപ്പോൾ ആളെ പുറത്തേക്ക് എടുത്തിട്ട് ഇഞ്ചക്ഷൻ വെക്കാൻ വേണ്ടിയിട്ടാണ്. ഫീവർ ഉണ്ടാവുമോ? ഒരു സീനില്ലല്ലേ? അത് ശരി. അവർ ഇതിനെ കുറെ കുത്താറുണ്ടെന്ന് തോന്നുന്നു. നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടിരിക്കുന്നു. ഒരു സീനുമില്ല. ഫസ്റ്റ് വാക്സിനേഷനാണ് നമ്മളിപ്പോൾ എടുത്തത്. ഇനി അടുത്ത 2 വാക്സിനേഷൻ 2 months എടുത്ത് തീർക്കേണ്ടതാണ്. വാക്സിനേഷൻ്റെ കൂടെ തന്നെ ഇവന് ടാബ്ലറ്റ്സും കൊടുത്തിട്ടുണ്ടായിരുന്നു. So she's gotten the deworming, she's gotten the vaccine. What do we do if she has a fever tonight? Difficulty in breathing, which is an alert reaction. Let us know. Oh. That's it. So I shall create a vaccine for her. ഈ വാക്സിനേഷൻ എല്ലാം എടുത്തിട്ടും ആള് നല്ല കൂളായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. So every vaccine will come in a bottle like this. Sees the manufacturer, the name of the brand, place it was made, and the little time that the. Oh, you take it home, right? Yes, you can do it. Today's the 25th of February. And then you do easy. So that's the next day that you have to bring it in for the booster vaccination. അങ്ങനെ അടുത്ത വാക്സിനേഷൻ അവനെ കൊണ്ടുവരേണ്ട ഡേറ്റ് ഒക്കെ ഞങ്ങൾക്ക് സ്റ്റാമ്പ് ചെയ്ത് തന്നു. This product is good for 3 months. So we can take it home and wash it tonight, or maybe let it rest for tonight and then wash tomorrow. And the shampoo that is specific for. റഫേൽ അങ്ങനെ പേയ്മെൻ്റ് ഒക്കെ ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി.
നമ്മൾ പട്ടിക്ക് കേജ് വാങ്ങാൻ വേണ്ടി പോവാണ്. നോക്കിയിട്ട് പറയാം വേറെ സ്ഥലത്ത് എടുക്കാമെന്ന്. കേജ് മാത്രം നോക്കാം. ഓക്കെ, ഇനി അവൻ അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോവാണ്. ഒരു ലീഷ് വാങ്ങണം, അതുപോലെ തന്നെ ഫുഡ് വാങ്ങണം, പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളിവിടെ എത്തിയേക്കാണ്. അതെ നോക്കാം, അതുകൊണ്ട് എടുത്താ ഡോക്ടർ പറഞ്ഞ സാധനം ജോയൽ ക്യാനോ 1 to 2. ഞാൻ പിടിക്കാൻ. ഞങ്ങൾ ഇവിടുന്ന് അവൻ്റെ ഫുഡാണ് വാങ്ങിയത്, വേറെ കാര്യമായിട്ടൊന്നും വാങ്ങിയില്ല. അപ്പോൾ ഞങ്ങൾ പേയ്മെൻ്റ് ഒക്കെ നടത്തി അടുത്ത ഏരിയയിലേക്ക് പോവാണ് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ വണ്ടിയിലൊക്കെ കയറി ഇനി അടുത്ത ഏരിയയിൽ പോയിട്ട് ഇവൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങാമെന്ന് കരുതി. അവിടെ ചെന്നിട്ട് ഞങ്ങൾ ആദ്യം തപ്പിയപ്പം അങ്ങനെ പ്രത്യേകിച്ച് പാത്രങ്ങളൊന്നും കണ്ടില്ല. അപ്പോൾ ഞങ്ങൾ കരുതി പാത്രമൊന്നും ഇല്ലാതെ പോകേണ്ടി വരുമെന്ന്. പിന്നെ കുറച്ചുകൂടെ നേരം ഇരുന്ന് തപ്പിയപ്പോൾ 1-2 പാത്രങ്ങൾ കണ്ടു. അങ്ങനെ അത്യാവശ്യം വേണ്ടുന്ന പാത്രങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ തിരിച്ചെത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അവനെ കൊണ്ട് വീട്ടിലേക്ക് പോവുകയാണ്. ലിഫ്റ്റിൻ്റെ താഴെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഞങ്ങൾ. ആളിത് എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയത്തില്ലാതെ അന്തം വിട്ട് കുന്തം വിഴുങ്ങി നോക്കിയിരിപ്പുണ്ട്. അങ്ങനെ ഞങ്ങൾ വീടെത്തി. വീട്ടിലേക്ക് പുതിയ ആൾ വരുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഞങ്ങൾക്ക് 2 പേർക്കും ഉണ്ട്. കുഴപ്പമൊന്നുമില്ല, കുരിശരിക്കട്ടെ കുരിശരിക്കട്ടെ. അയ്യോ ആദ്യമായിട്ട് വീട്ടിലെത്തിപ്പെട്ട അങ്കലാപ്പിൽ അവൻ അവിടെ ഇവിടേക്ക് ഒളിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് നോക്കിയത്. പിന്നെ ഞങ്ങൾ അവനെ കൊണ്ടുപോയിട്ട് അവൻ്റെ ബെഡിൽ കിടത്തിയിട്ടുണ്ട്. ഞാൻ ചേട്ടാണോ ഇതെല്ലാം കാണുന്നത്? വെള്ളം എടുക്കട്ടെ, ഒരു ബൗളിൽ കുറച്ച് വെള്ളം കൊടുക്കുക. ബെഡ് കിട്ടിയപ്പോഴേക്കും ആളവിടെ കിടന്ന് സെറ്റായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഹസ്കീനെയൊക്കെ വാങ്ങി വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഹസ്കീനെ കണ്ടപ്പോൾ ആദ്യം പേടിച്ച് കയറിയ വ്യക്തി. അങ്ങനെ ഞങ്ങളുടെ കൊച്ചു ബ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings as the